ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. തൊണ്ട വയ്യ, അതുകൊണ്ടാണ് സൗണ്ട് വേറെ സൗണ്ട്. മകളുണ്ട്, മകൾക്ക് ഇന്ന് പോകണ്ടായിരുന്നു. കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് അണയ്ക്കാം, ഇരുട്ട്. അവിടെ കൂട്ടുകാരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. കാലകത്ത് ഇടി, കാല് എന്നലിൻ്റെ മണ്ടയ്ക്ക് കിടന്ന് ഫോൺ സംസാരിക്കുന്നു. അവളെ വീഡിയോ കോൾ ചെയ്തേടി, അവളെ കാണിച്ചു കൊടുക്കാം. വീഡിയോ കോൾ ചെയ്യടി. ആദി, നമ്മളന്ന് ആദിയുടെ വീട്ടിൽ പോയില്ലായിരുന്നു, അവളാണ്. അത് ചിരിക്കുന്ന വീഡിയോ വീഡിയോ കോൾ ചെയ്യടി, അവളെ എടുക്കാന്ന്. ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ വീഡിയോക്കകത്ത്. അവളെടുക്കാന്ന് പറഞ്ഞു. അവള് കുളിച്ചൊന്നുമില്ല, മുടി ഉണക്കായിട്ടേക്കുന്നു. കുളിക്കാത്ത മുടി ഉണക്കായിട്ടേക്കുന്നു. അതാണ്. നേരെ വാ, നിന്നെ കാണുന്നില്ല. ഡീ, ഇവരെന്താ രൂക്ഷമായിട്ട് നോക്കുന്നു? നീ ആദ്യമായിട്ട് രൂക്ഷമായിട്ട് നോക്കുന്നു. കാണുന്നില്ലേ? ഹലോ, നമ്മള് പറയുന്ന അവള് കേൾക്കുന്നില്ല. ഹലോ. ഇന്നത്തെ കറി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വെച്ച സാമ്പാർ, പിന്നെ മീൻകറി, നത്തോലിയും ചാളയും ഫ്രൈ, ചോറ്, മാങ്ങാച്ചാറ് തീർന്നു. ഇത്ര കണ്ടു. ഇന്നുകൂടെ പിന്നെ നമുക്ക് ചോറ് കഴിക്കാം. ചോറ് വെച്ചിട്ട് ഇനി വൈകുന്നേരത്തെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് പുറകെ കഴിയുള്ളൂ കേട്ടോ. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് തൊണ്ട ഭയങ്കര പ്രശ്നമായി. അവന് പനിയായിരുന്നു, അതിൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ. ഒരസ്വസ്ഥതയുണ്ട്. കൊള്ളാല്ല, സുന്ദരിയായിട്ടിരിക്കുന്നു. ഞമ്മടെ മുഖം കാണിക്കാത്ത എന്ത്? അതാ ഇപ്പൊ കൊച്ചിനെ കളിയാക്കുന്ന അടി. എന്തുവാടി? പറ എന്തെങ്കിലും. എല്ലാം പറയുന്നൊന്നും വരത്തില്ലല്ലോ അല്ലേ? എല്ലാം കിട്ടും. ഞാനത് അയ്യോ, നീ എന്തിനാടി കൊച്ചിനെ വഴക്ക് പറയുന്നത്? എന്തോ വെച്ചത്? പുഡിങ്ങി പൊളിഞ്ഞു പോയി. തിരിച്ചിടണ്ടായിരുന്നല്ലോ, നേരെ ഫ്രിഡ്ജ് വെക്കണ്ടേ? ഇല്ല, നോക്കട്ടെ. എന്താ ഊട്ടം കൊണ്ട് കിടക്കുന്നു? ഉണ്ടോന്ന് തണുക്കാൻ വെച്ചേക്കോട്ടെ. ഊട്ടം ഇങ്ങനെ പുഡിങ്ങി. ഒരാളാ പുഡിങ്ങി കഴിച്ചോളൂ കേട്ടോ. മധുരം കുറവ്. ഇച്ചിരി മധുരം ഉണ്ടായിരുന്ന സൂപ്പറായിരുന്നു. എനിക്ക് ഇച്ചിരി മധുരം വേണോടി. വാരി വാരി തിന്നു നോക്കിയേ. അലിഞ്ഞു പോന്നു പക്ഷേ അല്ലേ. മതി, പഞ്ചസാര കരിച്ച് ചേർത്ത പുഡിങ്. ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ പിന്നെ ഞാനും മോനും കൂടെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ. മധുരം ഇല്ലാത്തതുകൊണ്ട് മോന് വലിയ താല്പര്യമില്ലായിരുന്നു, എന്നാലും കുറച്ച് രണ്ടു പേർക്കെടുത്ത് വാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ അപ്പോഴും കഴിച്ചില്ല, പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ വന്ന് കുറച്ച് കൊഞ്ച് ഇലയും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഞാനിത് കാണാതെ നമ്മൾ ചാള പൊടിച്ചാല എടുത്ത് വെള്ളത്തിയിട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പിന്നെ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റിക്കോ, അത് വേണ്ടാന്ന്. അപ്പോഴും തലേന്നത്തെ ഇലയപ്പം ഉണ്ടാക്കിയ മാവുണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കി കേട്ടോ. ഈ വെള്ള പോലത്തെ കൊഴുക്കട്ട ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതങ്ങ് ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു. വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ അതിൻ്റെ ബോർഡ് മൊത്തവും ദ്രവിച്ചു പോയി. അങ്ങനെ പിന്നെ പെയിൻ്റൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവച്ച് വെക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.